എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ഒരുപക്ഷെ ലാൽ സാറിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ നന്നാവും എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവനിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവന് ഇല്യൂമിനാറ്റിയാന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ ശരിക്കും ഒരു ഇല്യൂമിനാറ്റിയാണ്. ഡിഫറെൻ്റ് ആയിട്ട് കുറേ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെനിക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. അന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഈ പയ്യൻ? അല്ല, പുള്ളി എന്നെ നോട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഞാൻ പഴയ മുന്നോട്ട് തന്നെ വിളിച്ചു. അത് നന്നായി. ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ്. പഞ്ചാബി ബോസിലെ 3 പ്രധാനപ്പെട്ട താരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവരെഴുതിയ ഡയലോഗ്സ് ഒരു ദിവസം ഒരു തവണ പോലും പറയാത്ത മലയാളികൾ കാണത്തില്ല. എൻട്രൻസ് മറ്റേ കമ്മീഷണറിലെ സുരേഷ് ഗോപി ആ ഒരു ലൈനാണ് പിടിച്ചത്. വന്ന ദിവസം തന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു. ഞാൻ വരുമ്പോൾ കാണുന്നത് ഈ സലീം കുമാറും അഭിഷേക് കൂടി പ്ലാസ്റ്റർ വെച്ചിട്ട് ഈ ഓക്സിജൻ മാറ്റിട്ട് കിടന്നുണ്ട് ഇത് മാറ്റിട്ട് എന്നിട്ട് ഓക്സിജൻ ഹോസ്പിറ്റലിൽ കൃഷ്ണരാജ് ഹോമില്. എന്തായാലും എല്ലാവർക്കും ഏറ്റവും ആദ്യമേ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക്. എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ഒരുപക്ഷെ ലാൽ സാറിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ നന്നാവും എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശരിക്കും ഒരു പോലീസുകാരൻ്റെ ആകാരമുള്ള ഒരാൾ തന്നെയാണ് ലാൽ സാർ. കേരള ക്രൈം ഫയൽസ് 1 കുറിച്ചിട്ട് അഹമ്മദ് ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന സമയത്ത് തന്നെ ലാൽ സാറിൻ്റെ മുഖം മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ 1 നിന്ന് നമ്മൾ 2 എത്തി നിൽക്കുകയാണ്. നമുക്ക് 1 കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ആ സീരീസിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് അഹമ്മദ് കഥ പറയുമ്പോൾ? കഥ തന്നെയാണ്, തീർച്ചയായിട്ടും കഥ തന്നെയാണ്. കാരണം ഷേവിയ എന്നൊക്കെ പറഞ്ഞ സാധനം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതും ടെൻഷനുള്ളതായിട്ടുള്ള കാര്യമാണ്. അത് ഈ ചിന്നൊക്കെ വളരെ കുറവാണ്, വൃത്തികേടാകുമോ എന്നൊക്കെ പറയുന്നൊരു പേടിയുണ്ടായിരുന്നു. വളരെ ചുരുക്കം പ്രാവശ്യം ഞാൻ ഷേവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആ കഥ എന്നിപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് തന്നെയാണ്. പിന്നെ അഹമ്മദിനെ പറ്റി നമുക്കറിയാം, മിടുക്കനാണ്. അഹമ്മദിൻ്റെ അതിന് തൊട്ട് മുമ്പുള്ള സിനിമയിൽ, അതായത് ഓൺലൈനിൽ റിലീസായ സിനിമയാണ് മധുരം. കൊറോണ സമയത്ത് നമ്മൾ റിലീസ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും അവസാനത്തെ സീനിൽ പ്രത്യക്ഷപ്പെട്ടൊരു ഡോക്ടറായിരുന്നു ലാൽ സാർ. അന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഈ പയ്യൻ? അല്ല, പുള്ളി എന്നെ നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ കുറച്ച് മുമ്പ് ലാൽ സാർ പറഞ്ഞേ ഉള്ളൂ, അതായത് സ്വന്തം മുഖത്ത് ബ്ലേഡ് പതിയുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിട്ട് കാണുന്ന ലാൽ സാറിനെ പോലെ തന്നെ മറ്റൊരാളാണ് ശരിക്കും അശോക് ഏട്ടനും. അശോക് ഏട്ടനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ താടിയില്ലാതെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ കുറി 2 പേരും താടിയില്ലാതെയാണ് എത്തുന്നത്. അപ്പോൾ എന്താണ് KCF 2 അശോക് ഏട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്? മധുരം എന്ന സിനിമ കണ്ടപ്പോഴും പിന്നെ അച്ചു അഭിനയിച്ച വേറൊരു സിനിമയും കൂടിയുണ്ട്, ജൂൺ കണ്ടപ്പോഴും ഞാൻ ശരിക്ക് അഹമ്മദിൻ്റെ ഒരു ഫാനാണ്, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നമ്പർ എടുത്ത് വിളിക്കുകയും ചെയ്തു. അല്ലേ, വിളിച്ചത് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് എന്നെ ഈ സീരീസിലേക്ക് വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും ഞാൻ ചെയ്യും, എന്ത് വിഷമം ഞാൻ ചെയ്യുന്നതിനെ പറഞ്ഞ് ഇങ്ങനൊരു സാധനമാണ് താടി പഠിക്കാമോ, താടി ഡ്രീം ചെയ്താലും മതി എന്ന് പറഞ്ഞ്. അപ്പോൾ താടി പഠിച്ച് ഞാൻ വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ കുറ്റിത്താടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ഇതിൽ അങ്ങനെ അത് പിടിക്കാമോ എന്ന് വെച്ചാൽ കുറ്റിത്താടി ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫസ്റ്റ് സീരീസ് ഞാൻ കണ്ടതാണ്, സിനിമയും പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സീരീസ്. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അത് അപ്പിയറൻസ് ഇപ്പം തന്നെ അതിൻ്റെ പ്രൊമോഷനായിട്ട് എൻ്റെ അപ്പിയറൻസ് പുറത്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെന്നെ വിദേശങ്ങളിൽ നിന്ന് വരെയും വിളിച്ചു. ഭയങ്കര ഗെറ്റപ്പാണല്ലോ ഇതാണ്, അപ്പം നിങ്ങൾ സീരീസ് കാണുക എന്നിട്ടത് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര രസമുണ്ട്. അശോകേട്ടൻ്റെ ഇൻട്രോ തന്നെ ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ ഉമ്മാരുടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ തന്നെ ഒരു പുക മറഞ്ഞ കണ്ണൊക്കെ ആയിട്ടാണ് അശോകേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് സീരീസ് കാണാനൊരു വെയിറ്റിംഗ് ആണ്. കാരണം ഫസ്റ്റ് സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ സീരീസിലേക്ക് ഇതിലേക്ക് വരാനായിട്ടുണ്ടായ ഏറ്റവും വലിയ കാര്യം അഹമ്മദ് തന്നെയാണ്, ആ സീരീസ്. യെസ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആൾ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ നേരിൽ കാണുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഒരിക്കലും കാണാത്തൊരു മുഖമാണ് ശരിക്കും സ്ക്രീനിലേക്ക് ഇന്ദ്രൻ ചേട്ടൻ വരുമ്പോൾ. നമ്മൾ ട്രെയിലറിലാണെങ്കിലും അതല്ലെങ്കിൽ പിന്നെ അയ്യപ്പന് ഇല്ല എന്ന് പറഞ്ഞ്, അമ്പിളി ഇല്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ ഉൾപ്പെടെ. ഈ പോലീസ് വേഷത്തിലേക്കുള്ള ഈ കൂടുമാറ്റം
അത് മാലിക്കിൽ നമ്മൾ മുമ്പ് ഒരിക്കൽ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു പടിയും കൂടെ മേലെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ പോലീസ് വേഷം? പോലീസ് വേഷമൊക്കെ ഒരു കൗതുകത്തോടെ എടുത്തണിയുമാണ്. മസിലില്ലാതെ എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നു ഞാനാ. അപ്പൊ ഇത് ചോദിക്കുമ്പോ എനിക്കും അത് തന്നെ ഒരുപാട് പേരെ പോലീസ് വേഷം കേൾപ്പിച്ചിട്ടുള്ള ആളാണ്. അതെ അതെ. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ അത് അതെ കണ്ണാടി നോക്കുമ്പോഴേ എല്ലായിരുന്നാ കുഴപ്പമില്ല, അകത്ത് നല്ല മസിലാ. പക്ഷേ നമ്മളിപ്പോൾ ആ ട്രെയിലറിൽ ഇത് കാണുന്ന സമയത്താണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ഒരു ആഴമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ. അപ്പോൾ ഒരു പോലീസുകാരനാവുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിൽ കാണാറുള്ളത്? അതായത് നമ്മൾ മനസ്സിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു റോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. KCF 2-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരു എന്തെങ്കിലും മനസ്സിലൊരു പോലീസുകാരനെയോ ഏതെങ്കിലും കഥാപാത്രങ്ങളെയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ വന്നു. പക്ഷെ കബീർ അതിനെല്ലാം ആട്ടി പായിച്ചു, മനസ്സ് നിറയ്ക്ക് ഓടിച്ചു. എന്നിട്ട് അയാൾ ഇങ്ങനെ ഓരോ താളത്തിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് തരും. ഒരു ക്രൂരനായ സംവിധായകനാണോ? എൻട്രൻസ് മറ്റേ കമ്മീഷണറിലെ സുരേഷ് ഗോപി ആ ഒരു ലൈനാണ് പിടിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ തയ്യാറെടുത്ത് വന്നു. ആദ്യമേ പൊളിച്ച് കൈ തന്നു. 5-6 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായി എനിക്ക് മര്യാദയ്ക്ക് ഇങ്ങനെ പുറകെ പോണാണ് നല്ലത്. വന്ന ദിവസം തന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു. പ്രാക്ടീസ് ചെയ്തോണ്ട് സാറ് കണ്ടു. ഇതിന് ചേട്ടാ നമുക്കത് പറഞ്ഞാലോ? യെസ്. ഇനി നമുക്ക് അർജുനിലേക്ക് വരികയാണെങ്കിൽ ഈ 3 വൻമരങ്ങളുടെ ഇടയിലേക്കാണ് അർജുൻ നേരെ വന്ന് കയറുന്നത് KCF 2-ലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടനാണെങ്കിൽ ഫസ്റ്റിൽ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറാണ്. രണ്ടുപേരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ നടുവിലേക്ക് താരതമ്യേന നമുക്ക് മലയാളത്തിൽ പുതുമുഖമെന്ന് വിളിക്കേണ്ട ഒരാളാണ് അർജുൻ. പക്ഷേ ഇപ്പോൾ ഉള്ളൊഴുക്ക് കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ അർജുൻ്റെ മുഖമുണ്ട്. പക്ഷേ സീരീസിലേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ പകപ്പൊക്കെ എന്തായിരുന്നു? അല്ല, ആക്ച്വലി എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ മാത്രമേ കോമ്പിനേഷൻസ് ഉള്ളൂ. ഇവരെ സെർച്ച് ചെയ്ത് പോകുന്നതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ജേർണി. അപ്പോൾ ഓൾ മൈ സീൻസ് ആർ വിത്ത് ലാൽ സാർ. പിന്നെ ഒരു ഫസ്റ്റ് ടൈം ഒരു പോലീസ് ഓഫീസറിൻ്റെ റോള് എല്ലാ ആക്ടറിനും ഒരു ഇതുണ്ടാവില്ലേ, ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ. സോ അത് ഈ അവസരം കിട്ടി. ഐ വാസ് വെരി ഹാപ്പി. ലാൽ സാർ ഇപ്പോൾ ട്രെയിലറിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ലോ ആൻഡ് ഓർഡറിൽ ഫസ്റ്റ് ടൈമാണ്, പഴപ്പിച്ചേക്കലടാ വെർജിൻ ആണെന്ന്. പേടിപ്പിച്ചോ? അല്ല, ലാൽസാറെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പം വെരി സ്വീറ്റ്. ഒരു നമുക്കൊരു നമ്മളിങ്ങനെ ഒരു വലിയൊരു സാറിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടാവും. പക്ഷേ ലാൽ സാർ ഫസ്റ്റ് തന്നെ ഹി വാസ് ലൈക്ക് വെരി സോഫ്റ്റ് മൈൻഡ്. ചില ആൾക്കാരുടെ ഈ പേഴ്സണാലിറ്റീസ് ആർ ബിഗ് ബട്ട് ദേ വെരി സോഫ്റ്റ്. എനിക്ക് തോന്നുന്നു ലാൽ സാറിനെ കുറിച്ച് കൂടുതൽ ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം അതായിരുന്നു. പണ്ടൊരിക്കൽ നസ്രിയനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പേടിയാവില്ല എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇത് അത്രയും വലിയ ശരീരവും വലിയ ശബ്ദമൊക്കെ ഉള്ള ഒരാളുടെ കൂടെ. അപ്പോൾ നസ്രിയ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത്രയും വലിയ ശരീരവും ആ താടിയൊക്കെ വെച്ചിട്ട് മൂപ്പര് പറയുന്ന കോമഡി കേട്ടാണ്ടല്ലോ. വളരെ നല്ല ആളാണെന്ന് എല്ലായിടത്തും അടുത്തവർക്കൊക്കെ അഭിപ്രായം. അവിടെ തന്നെ എൻ്റെ ഒരു നടലിലൊരു കഴിവ് മനസ്സിലാവില്ല. ഇപ്പം ഒരു പോലീസ് വേഷമാണ് ചെയ്യുന്നത് അർജുൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ നെർവസ്നെസ് വെച്ചിട്ട് ഒരിക്കലും നമുക്കത് പെർഫോം ചെയ്യാനും പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു അർജുൻ മൊത്തത്തിലൊരു സെറ്റിൽ ഇതേപോലെ ഒതുങ്ങി സംസാരിക്കുന്ന ആളായിരുന്നു? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പോലെ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഡയലോഗുകൾ വലിയ ഡയലോഗുകളാണെങ്കിലും അതിനകത്തൊരു ടെൻഷൻ അടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കൃത്യമായിട്ട് ഡയലോഗുകൾ പഠിച്ചിട്ട് തന്നെ ആണ് ക്യാമറ മുമ്പിൽ വരുന്നത്. അല്ല അവിടെ വന്നിട്ട് ഒന്നിട്ട് തന്നെ കേട്ടോ, ഒന്ന് പ്രോംപ്റ്റ് ചെയ്തേക്കണം. എനിക്കിത് കേൾക്കുന്ന കരിയ. പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന പിള്ളേർ, ഒരു അഭിനയിക്കാൻ പറ്റുന്ന ആള് ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യമാണ് ഡയലോഗ് പഠിക്കുക എന്ന് പറയുന്നത്. അതല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക പണി? ഇത് കഴിഞ്ഞാൽ അവിടെ ക്യാരവനിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കോമഡി പറയുക എന്നല്ലാതെ ആ പാടെ ജോലി ഇവിടെയാണ്. ആ ജോലി എടുക്കില്ല എന്ന് പറയുന്നത് ഒട്ടും സുഖമുള്ള കാര്യമില്ല. പുള്ളി അക്കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഡയലോഗ് അവിടെ പ്രോംപ്റ്റിംഗ് എന്നൊന്നും സംഭവം ഉണ്ടായിരുന്നില്ല, അല്ലേ? ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അഹമ്മദ്, ഏറ്റവും ആദ്യം KCF 1 നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലെ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ആരാകണമെന്ന് ചോദിക്കുമ്പോൾ ലാൽ സാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം അധികം ആരും അങ്ങനെ നായകനായിട്ട് വിചാരിക്കാത്ത അജു വർഗീസാണ് വരുന്നത് പോലീസ് വേഷത്തിലേക്ക്. അപ്പോൾ അന്നത് ഭയങ്കര ഒരു പുതുമയായിരുന്നു. അത് നമുക്ക് കേരള ക്രൈം ഫയൽസ് 1-നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു അന്ന് അജുവിനെ പോലെ ഒരാളെ വെച്ചിട്ട് അത്
നമ്മൾ പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്? മെയിൻ ഇതൊന്ന് വെബ് സീരീസിൻ്റെ ഇതായിരുന്നു അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പം നമ്മുടെ കഥ ഭയങ്കര ചെറുതുമാണ്, പിന്നെ കേരള പോലീസ് അന്വേഷിച്ച കേസുകളുമാണ്. അപ്പോൾ നമ്മൾ സീസൺസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഇത് നമുക്കറിയാമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം പോലീസുകാരുമായിട്ട് ഇപ്പം നമ്മൾ സൂപ്പർ കോപ്സ് എന്ന് പറയുന്നത് കുറേ സിനിമയിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ കഥയുടെ ത്രെഡ് കിട്ടിയതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ ഇവർ സാധാരണക്കാരാണ്, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ, പാട്ട് പാടുന്നവർ, അങ്ങനത്തെ ക്രിക്കറ്റ് കളിക്കുന്നവർ സാധാരണക്കാരാണ്. ആരും നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ചേഷ്ടമുള്ള ആൾക്കാരെ സ്റ്റേഷനിൽ കാണുന്നുമില്ല. ലുക്കാണെങ്കിലും അങ്ങനെ അപ്പം നോർമൽ ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് പൊളിക്കാനും പറ്റും, സാധാരണക്കാരുടെ സ്റ്റോറി പോലെ പറയാനും പറ്റും എന്നുള്ള സാധനം നോക്കിയപ്പോൾ അതെ. പക്ഷെ സീസൺ 2-നകത്ത് അതൊന്നുമില്ല കേട്ടോ. പോലീസുകാരുടെ ഈ പറഞ്ഞ പോലത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്നുമില്ല, പ്യുവർലി കേസ് തന്നെയാണ് സീസൺ 2-ൽ. ഇതിൽ സീസൺ 2-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായിട്ട് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതിൽ കാണുന്നത് ബാഹുലിൻ്റെ എഴുത്താണ്. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ, അത് മലയാളികളെ മുഴുവൻ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഞെട്ടിച്ചൊരു സിനിമ കൂടിയാണ്. ആ സിനിമയുടെ എഴുത്തായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ എന്ന് പറയുന്ന ഒരു കാമ്പ് എന്ന് പറയുന്നത്. ആ ബാഹുലിൻ്റെ രചനയിലാണ് കേരള ക്രൈം ഫയൽസിൻ്റെ 2ാം ഭാഗം വരുന്നത്. എനിക്ക് തോന്നുന്നു എഴുത്തുകാരെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ലാൽ സാർ. അപ്പോൾ ഇത് വായിക്കുമ്പോഴേ തോന്നിയിരുന്നു ഇതിൻ്റെ അകത്തുള്ള ഞാനത് വായിക്കുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് ഇങ്ങനെ വായിച്ച് അങ്ങോട്ട് പോകണ്ടല്ലോ, കഥ അറിയാനുള്ള താല്പര്യമായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയത്താണ് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാഹുലിന് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട്. അതല്ല സാറേ, ആ വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന സീനിൽ അത് ഇങ്ങനെ വന്നിരുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഇയാളോട് ഒരു ദേഷ്യമുണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഓരോന്നിനും കാരണസഹിതം പറഞ്ഞു തരുന്ന ഒരു എഴുത്തുകാരൻ. ഇവരൊക്കെ അത് പക്ക ഇവർ പഠിച്ചിരിക്കുന്നു അവർ മൊത്തത്തിൽ. ഞാൻ ആ പടത്തിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാഹുലെ കഥ വല്ലതും പുറത്ത് എഴുതുന്നുണ്ടോ? എഴുതുന്നു സാറേ, ആഗ്രഹമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജീനൊരു പടം ചെയ്യാനായിട്ട്, എനിക്കല്ല മോനെ വേണ്ടിയിട്ട് സബ്ജക്റ്റ്. അയ്യോ സന്തോഷമുള്ളൂ. ഞാൻ കഴിഞ്ഞ ഉടനെ ഒരു പടം എന്താ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ കിഷ്കിന്ധാകാന്ഡൊന്നും വന്നിട്ടില്ല കേട്ടോ, അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇത് വായിച്ചിട്ടുള്ള പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ ആ പടം ഞാൻ ഒരു പടം കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എഴുതരാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളന്ന് കൈ കൊടുത്തു. അത്രയും വിശ്വാസം തോന്നി. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ ഡയലോഗിൻ്റെ ഒക്കെ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ഒരു ലിങ്കും കണക്ഷനും ഒക്കെ മിടുക്കനാണ് അയാൾ. യെസ്. ഇനി അശോക് ഏട്ടാ, ശരിക്കും നമ്മൾ കഥാപാത്രത്തെക്കുറിച്ചൊരു ഇൻട്രോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അശോകൻ ചേട്ടൻ ഇതുവരെ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് എത്രമാത്രം വിഭിന്നമാണ് ഇപ്പോഴത്തെ ഈ കഥാപാത്രം? എനിക്കത് കഥ വായിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനത് വായിച്ച വഴിക്ക് തന്നെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നോ ആരാണ് ഈ കഥാപാത്രം ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്തതിൽ ഒരുപാട് 330 സിനിമകൾ അടുത്തായിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്, ഒരു സംശയമില്ല. ഡിഫറെൻ്റ് ആയിട്ട് കുറേ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെനിക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു ക്യാരക്ടർ തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടിട്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇത് ഏതാണ് എന്താണെന്നൊക്കെ അതിൽ ഉണ്ട്. എല്ലാം കേരള ക്രൈം ഫയലിൽ ഉണ്ട്. എന്നാലും അവർ ചോദിക്കുകയാണ് എന്താ പരിപാടി, സിനിമയാണോ ഇത് വെബ് സീരീസാണോ? അയ്യോ ഇത് ഗംഭീര ക്യാരക്ടറാണ്, നല്ല അപ്പിയറൻസ്, പിന്നെ കണ്ടാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്താ എൻ്റെ ക്യാരക്ടർ. നമ്മൾ അതൊക്കെ പറയാൻ പറ്റില്ല, ഇതിൽ ഒരിക്കലും അത് വിശദീകരിക്കാൻ പറ്റില്ല, കണ്ടുപോക്കെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പ്രേക്ഷകരോട് ഇത് മുഴുവൻ പറയാൻ പറ്റാത്ത തീർച്ചയായിട്ടും ഇതൊരു ക്രൈം സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സസ്പെൻസുകൾ വെളിയിലേക്ക് വിടുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ സ്റ്റിൽ അത് കഥ മാത്രം വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതൊരു അസൽ ക്യാരക്ടറാണ്. അഹമ്മദ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അശോകൻ ചേട്ടനിലേക്ക് എത്തുന്നത്? ആദ്യം വായിക്കുമ്പോൾ തന്നെ ഈ അയ്യപ്പൻ അമ്പിളി എന്ന് പറഞ്ഞ ഈ 2 ക്യാരക്ടറും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിങ്, പിന്നെ ബാഹുൽ എഴുതിയ ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇന്ദ്രൻ സെറ്റിലേക്ക് അത് വരാനുള്ള ഒരു ഇത് വന്നത്. പിന്നെ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ലുക്ക് ഭയങ്കര ഇത്. അപ്പം ഞാൻ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അശോകൻ ചേട്ടനിലേക്ക് എത്തിയത് ഞാൻ അർജുനെ കാണാൻ ആക്ച്വലി വീട്ടിൽ പോയിരുന്നു. അപ്പം കാണാൻ വേണ്ടി പോയപ്പം വാതിൽ തുറന്നത് അശോകൻ ചേട്ടനാണ്. അപ്പോൾ എന്നോട് കണ്ടു, ജസ്റ്റ് ഹായ് ഒരു സംസാരിച്ചു. എന്നിട്ട് തിരിച്ച് ഞാൻ കാറിൽ കയറുമ്പോൾ തന്നെ ഞാൻ ആദ്യം ബാഹുലിനെ വിളിച്ചിട്ട്, എടാ അശോകൻ ചേട്ടൻ താടി എടുത്തിട്ട് അയ്യപ്പൻ ചെയ്ത എങ്ങനെ ഉണ്ടായിരിക്കും, ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ അർജുനെ കാണാൻ വന്നപ്പോൾ അശോകൻ ചേട്ടൻ എന്നോട് സംസാരിച്ച ആ സംസാരത്തിൽ നിന്നാണ് ഒരു സ്പാർക്ക് വന്നത്. ചോദിച്ചപ്പം ഓക്കെ ഇതുവരെ ചെയ്യാത്ത പരിപാടിയാണല്ലോ, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും ബാഹുലും വന്ന് അശോകൻ ചേട്ടനെ കണ്ട് സംസാരിച്ചു, ക്യാരക്ടറിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. അങ്ങനെയാണ്
പ്രൊസീഡ് ചെയ്തത്. അവിടെ നിന്നാണ് ആ സ്പാർക്ക് കിട്ടിയത്. ശരി, അപ്പൊ പഞ്ചാബി ഹൗസിൽ നിന്നാണ് കിട്ടിയത്. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സമയത്ത് പഞ്ചാബി ഹൗസിലെ 3 പ്രധാനപ്പെട്ട താരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അഹമ്മദ് എത്രമാത്രം അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അഹമ്മദിന്റെ ചെറുപ്പത്തിൽ ഇവര് സ്വാധീനിച്ചിട്ടുണ്ട്? ഒരു രക്ഷയില്ല. അതായത് ഇപ്പം ലാൽ സാറിനോട് ഞാൻ ഷൂട്ടിന്റെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ചോദിക്കുന്നത്. കാരണം ഇവരെഴുതിയ ഡയലോഗ്സ് ഒരു ദിവസം ഒരു തവണ പോലും പറയാത്ത മലയാളികൾ കാണത്തില്ല. ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവൾ വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുമല്ലോ, അപ്പോൾ എന്നോട് അവർ പറയുന്ന നിനക്ക് മൂളിപ്പാട്ട് പാടാൻ അറിയോ, ഒന്നെങ്കിൽ മൂളിപ്പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം. അതായത് അമ്മാതിരി അതുവരെ അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ പഞ്ചാബി ഹൗസിലെ ഡയലോഗ്സ്, അതായത് ഇപ്പം നമ്മൾ കൂട്ടുകാരുമായിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരാത്തനെ നമ്മൾ മാറ്റി നിർത്താൻ നേരം ഇപ്പം പൊട്ടന ചൂടുവെള്ളം മറ്റേ ബുൾസയാന്ന് പറഞ്ഞ് ചൂടുവെള്ളം കൊടുത്താൽ മതി. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡയലോഗ്സാണ്. പിന്നെ അങ്ങനെ അതാണ് സംഭവം. അതായത് ഇപ്പം നമുക്ക് ആ സിനിമകളെല്ലാം എത്ര വേണേലും കാണാം. എനിക്കറിയത്തില്ല ഇനി അങ്ങനത്തെ ഒരു മൂവി ഉണ്ടാവുമെന്ന് തന്നെ എനിക്ക് ആ മീറ്ററും ആ പരിപാടിയും പിടിക്കാൻ പറ്റുമെന്ന്. കേരളത്തിലുള്ളവർ ആരെങ്കിലും ഇപ്പൊ തമ്പുരാനെന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആറതമ്പുരാനെ വിളിക്കുന്ന ടോണിനേക്കാൾ കൂടുതൽ തമ്പുരാനേ എന്നുള്ള ഇന്ദ്രൻ ചേട്ടന്റെ ഡയലോഗാണ് ഓർമ്മ വരിക. അതല്ലെങ്കിൽ എല്ലാ മെയ് ദിനത്തിനും കറക്റ്റായിട്ട് ഒരു പോസ്റ്റ് വരും, മുതലാളി ഒരു ചെറ്റയാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു തൊഴിലാളി. പിന്നെ ലാൽ സാറിന് മറ്റേ അലക്കി കഴിയുമ്പോൾ ഒരു കുർത്ത ഇങ്ങനെ എടുക്കുമല്ലോ, ഇത്രയും വലിയ. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ അതിലേക്ക് പോവല്ല, എന്നാലും ഇപ്പോൾ ഒരുപാട് ബ്രില്യൻസുകളൊക്കെ ആളുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ രമണനും ദിലീപേട്ടൻ്റെ ക്യാരക്ടറും തമ്മിൽ മാറി ഇടുന്നത് ഒരേ ജുബ്ബകളാണ്, അവർക്ക് അത്ര ഇടാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അശോകൻ ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെയുള്ള ട്രോളുകളൊക്കെ? പിന്നെ ട്രോൾ വരുമ്പോൾ ഞാൻ നോക്കും. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 2 കഥാപാത്രങ്ങളാണ് ഓൺലൈനിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ദശമൂലം ദാമും പിന്നെ രമണനും. ഇവർ രണ്ടുപേരും ഓൺലൈൻ ലോകത്തിനെ പിടിച്ചു കുലുക്കിയ ആൾക്കാരാണ്. എപ്പോഴും അങ്ങനെ ഓൺലൈനിൽ വരുന്ന നമ്മളെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. അന്ന് പിൽക്കാലത്ത് അശോകൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കൊച്ചിൻ നരീഫക്കാരുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് അത് എഡിറ്റ് ചെയ്ത് പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു സീനാണ്, ദിലീപും ഞാനും കൂടി ഉള്ളൊരു സീനായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഇതിൽ ഞാനൊരു സീൻ കാണിച്ചു തരാം. ഇതെന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കയറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതിന്റെ എന്നെ കൊണ്ട് അത്രേ. അന്ന് നമ്മൾ ഈ സീൻ കാണുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചെറുതായി ഞാനൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വലുതാകുമ്പോൾ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ ആയ സമയത്താണ് അശോകൻ ചേട്ടൻ പറഞ്ഞതിൻ്റെ അന്ന് ചിരിക്കാനല്ല അത് വേണ്ട, അത് ശരിക്കും ഉള്ളി തട്ടിയൊരു കഥാപാത്രം പറഞ്ഞൊരു കാര്യമാണെന്ന് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അന്നൊക്കെ എങ്ങനെയായിരുന്നു അശോകൻ ചേട്ടാ അത് ആളുകൾ സ്വീകരിച്ചിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അത് ചിരി തന്നെയായിരുന്നോ? ചിരിയേക്കാൾ ഉപരി അതിൻ്റെ പെയിൻ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവന് വേണ്ടിയിട്ട് ഇത്രയും കാലം അവൻ്റെ കൂടെ നിന്നൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എൻഡ് ചെയ്യണം ആ സീനിൽ, അല്ലാതെ വെറുതെ അങ്ങോട്ട് അഴിച്ചുവിട്ടൊരു ക്യാരക്ടർ അല്ല അത് എന്ന് പറയുന്നൊരു സീനും കൂടിയായിരുന്നു അത്. ആ ഡയലോഗ് അതില്ലെങ്കിൽ ആ ക്യാരക്ടർ പൂർണ്ണമാവില്ലായിരുന്നു. ഭയങ്കര നൊമ്പരമുള്ളൊരു ഒരു വാക്കാണ്, ഡയലോഗാണ് അത്. ഇപ്പോൾ അത്തരം സിനിമകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ അന്ന് സെലിബ്രേറ്റ് ചെയ്ത സിനിമകളൊക്കെ ഇപ്പോൾ ആളുകൾ പുതിയ വായനയ്ക്ക് വിധേയനാക്കുന്നുണ്ട്. ഒരു ആ ഇറയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ലാലേട്ടൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു ഇപ്പോഴത്തെ ആളുകൾ അതിനെ ഭയങ്കര എന്താ പറയുക, ഓരോന്നും ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ അല്ല ഇപ്പോൾ ഇനിയിപ്പോൾ ആ സിനിമകൾ കാണുന്നത് ഇപ്പോൾ കാണുമ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് രസിക്കും. പക്ഷെ അവരത് കാണുന്നത് ഇത് ഇത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമാണ് എന്നുള്ള രീതിയിലാണ്. ആ പടം ചിലപ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഓടണം നിർബന്ധമില്ല. ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളിലും, സംഭാഷണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തമാശയുടെ കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഷോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റം വന്നു. വേറൊരു എന്തോ മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അതിനെ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറയായിരുന്നു, പഴയ പാട്ടുകളൊക്കെ എന്ത് പാട്ട് ഇപ്പോൾ പിന്നെ കളഞ്ഞില്ലേ എന്ന് പറയും. പക്ഷെ പഴയ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരവിടെ തന്നെ നിൽക്കുന്ന കൊണ്ടിട്ടാണ്. അത് നല്ലൊരു മനസ്സോടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും നല്ലത് കാണാൻ പറ്റും. അത് മാറ്റങ്ങൾ ഉണ്ടായേ തീരുള്ളൂ. ഇപ്പം പോയിട്ട് അത് കണ്ടിട്ട് നമ്മൾ പോയിട്ട് പഞ്ചാബി ഹൗസോ റാംജി റാവോ എടുത്താലും ഓടണമെന്ന് നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നു മാലിക്കിലെ കഥാപാത്രമാണ് ഇന്ദ്രൻ ചേട്ടൻ ശരിക്കും ഒരു പോലീസുകാരനായിട്ട് വന്ന് ഇതിനു മുമ്പ് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ട്രെയിലറിൽ തന്നെയാണെങ്കിലും പിറകേന്നൊരു ഇത് വെച്ചാൽ മതിടാ എന്ന് പറയുന്ന ഒരു ഡയലോഗ് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ശരിക്കും ഈ ഒരു
ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടൻ്റെ പഴയ ക്യാരക്ടേഴ്സിൽ നിന്ന് പുതിയ ക്യാരക്ടേഴ്സിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഇതിനെ ഇന്ദ്രൻ ചേട്ടൻ തന്നെ എങ്ങനെയാണ് വിലയിരുത്തണേ? ഒരു ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ നിന്നു കൊടുത്തതുകൊണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇട്ടെറിഞ്ഞോ അല്ലെങ്കിൽ തോറ്റു പോയി എന്ന് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ വലിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷണം നടക്കത്തില്ല. അത് ശരിക്കും ഞാനായിട്ട് കരുതി അങ്ങനെ തയ്യാറെടുത്തൊന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഉള്ളിൽ ഈ മോഹമൊക്കെ ഉണ്ട്. പക്ഷെ ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് അതിന് മനസ്സ് വെക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെല്ലുന്ന ഡയറക്ടർമാരും മോശക്കാരും ഇല്ല. അവർ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവർ വരച്ചിടുന്നതിനപ്പുറം ഒന്നും ഞാൻ പോകുന്നില്ല, ചെയ്യുന്നുമില്ല. അതങ്ങനെയൊക്കെ ഒത്തു വരുന്ന. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാസറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ത്രിമൻ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ. അപ്പോൾ അന്ന് ഇന്ദ്രൻ ചേട്ടനൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും അങ്ങനെ ചിരിപ്പിച്ചിരുന്ന സമയത്തും ഇന്ദ്രൻ ചേട്ടനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ശരിക്കും ഇങ്ങനത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം? അത് ശരിക്കും മനസ്സിലുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ 1 മണി 12 മണിക്ക് പണികളെ നൂൺ ഷോ അന്നത്തെ ആർട്ട് പടങ്ങളൊക്കെ വിടാതെ കാണുമായിരുന്നു. കൂടുതലും കൂട്ടും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടും ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹം എല്ലാവരുടെ ഉണ്ടെന്നേ, എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊരാൾ പറയുമ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ നെഞ്ചത്താ. മനസ്സിലായില്ലേ? അതങ്ങനെ എടുത്ത് ഫലിപ്പിക്കാന്ന്. പക്ഷേ നമ്മുടെ ഭാഗ്യം പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആലോചന വരണം, ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ് എന്നൊരു ചെറിയ കൊമേഡിയൻ്റെ അടുത്ത് പറയുമ്പോൾ ഇയാൾക്കൂടെ ഞാൻ ചെയ്താൽ നന്നാവുമോ? അതൊക്കെ നന്നാവും, ഞാൻ നന്നായിക്കോളാം. അവിടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് പോയി. അവിടെയേ പരീക്ഷണങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഈ അശോകനാണെങ്കിലും ഇന്ദ്രൻസനാണെങ്കിലും ഒക്കെ ഈ വിജയങ്ങളും കൈവരിക്കാൻ പറ്റിയത് ചിലരുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ്. അവരത് കണ്ടെത്തുന്നു, അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറയായിരുന്നു, പഞ്ചാബി ഹൗസിൽ ഞാൻ ഡാൻസ് ചെയ്തത് അത് എൻ്റെ മെഡിക്കനേക്കാൾക്ക് ഉപരി റാഫി മക്കാട്ടിന് ഉറപ്പായിരുന്നു. അത് ലാലണ്ട് ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരാൾ ഉറപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പേടി? ഞാൻ തെലുങ്ക് കോടതി പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയും, എനിക്ക് തെലുങ്ക് ഒരു വാക്കറിയില്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല സാറേ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ അവൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലാണ്ട് എനിക്ക് തെലുങ്കിൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാസ്റ്റ് ചെയ്താൽ പിന്നെ എൻ്റെ പണിയാ. ഒരു കഷ്ണം തെറ്റിക്കാൻ പാടില്ല, അവർ വിചാരിച്ചോ അത് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇത് ഈ സംവിധായകർ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇതിനകത്ത്. കളിയാട്ടത്തിലൊക്കെ ലാൽ സാറ് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ? കളിച്ചിട്ടോ? അതൊക്കെ പറഞ്ഞ കളിയാട്ടത്തിൽ ഡാൻസ് അത് കള്ളുപിടിച്ചിട്ട് അങ്ങനത്തെ സംഭവം. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ജയരാജിന്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ആ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോരോട്ടെ ശരിയായില്ലെങ്കിൽ ഓക്കെ ശരി സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടുവച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ നമ്മള് കോൺഫിഡൻസ് കൂടും. കാരണം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീയാ. അപ്പൊ സംവിധായകർ തന്നെ വിചാരിക്കണം, ആരെങ്കിലും ഒക്കെ സലീം കുമാർ ഈ ആദാമിന്റെ മുകളിലൊക്കെ ഷൈൻ ചെയ്തത് ആ ഡയറക്ടറെ സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കി, കോമഡി അസാധ്യമായിട്ട് ചെയ്യുന്നവരുടെ ഉള്ളിലൊക്കെ ഒരു ഗംഭീര നടനുണ്ട്. അവൻ കോമഡി കളിക്കുന്ന പറഞ്ഞാൽ അത് കോമഡി കളിക്കുന്ന നിസ്സാര കാര്യമില്ല. അത് കുറെ എക്സാഗ്രേറ്റ് ചെയ്ത് ചെയ്യണം. ചില സംഭവങ്ങളും ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് കളിയും കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല. ഇപ്പൊ രമണനൊന്നും എവിടെ ഉണ്ടാവില്ല, കൊടക്കമ്പി എവിടെ ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെ കയറ്റി വെച്ച് ചെയ്യുമ്പോഴാണത്. അപ്പൊ അവന് നോർമലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ പോലും വേണ്ട, അതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 90s ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് മോട്ടിവേഷന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. വളരെ വേദനയോടെയാണ് ഞാനിന്ന് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അറിയാമല്ലോ, ഇക്കൊല്ലത്തെ നാഷണൽ അവാർഡും എൻ്റെ നിന്ന് കൈവിട്ടു പോയി. സാരമില്ല, എന്റെ കഴിവ് തെളിയിക്കാൻ ഇനി അവസരങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഇവിടെയും തെളിയിക്കും. അന്നത് ഒരുപക്ഷെ കോമഡിക്ക് പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറയാറുണ്ട്, അതായത് ഇവനിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവന് ഇല്യൂമിനാറ്റിയാന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ ശരിക്കും ഒരു ഇല്യൂമിനാറ്റിയാണ്. അന്ന്
കോമഡിക്ക് വരുന്നതാണോ അത്? പിന്നെ ഒരിക്കലും അതിൻ്റെ ഏഴലോകത്ത് കൂടാൻ പറ്റുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാതിരുന്നിട്ട് നാഷണൽ അവാർഡിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവർ സെലക്ഷൻ കമ്മിറ്റിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു പടവും ചെയ്തിട്ടില്ല. അപ്പം അതെല്ലാവർക്കും കാഴ്ചക്കാർക്കൊക്കെ അന്ന് അറിയാമല്ലോ, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയുള്ളതല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും അത് ചിരിക്കാൻ തോന്നും എന്നുള്ളതുകൊണ്ട്. അന്ന് പറഞ്ഞ ഇന്ദ്രൻ ചേട്ടനും അന്ന് ചിരിച്ച പ്രേക്ഷകരും വിചാരിച്ചിട്ടില്ല പിൽക്കാലത്ത് പ്രസിഡന്റിന്റെ അവാർഡ് മേടിക്കാൻ പോകുന്ന ആളാണെന്ന്. അന്നൊരു നല്ല തമാശ പറയാൻ കിട്ടിയൊരു ചാൻസ് ഉപയോഗിച്ചാ. ഈ നാക്കില് ഗുളികൻ എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് ചേട്ടന്റെ നാക്കിലൊന്നും ഇരുന്നവൻ. റാംജുറോ സ്പീക്കിങ്ങിന് തുടങ്ങിയതാണ് സ്വതന്ത്ര സംവിധാനം എന്ന് പറയുന്നൊരു മേഖലയിലേക്ക്. അവിടുന്ന് ഒരുപാട് സംവിധായകരെ കൂടെ പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് ലാൽ സാറാണെങ്കിലും സിനിമകൾ സംവിധാനം ചെയ്തു. അത് പുതിയ സംവിധായകർ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സംവിധായകനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറക്കാറുണ്ടോ അതോ അകത്ത് തന്നെ? ഇല്ല, ഞാൻ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ എപ്പോഴും ഏത് പടത്തിലും, അത് പുതിയതാണെങ്കിലും എത്ര ചെറിയ പിള്ളേരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ കഴിയുന്നൊന്നും സാറേ എന്ന് വിളിക്കാറുള്ളൂ. പിള്ളേരാണെങ്കിലും ചില സമയത്തൊക്കെ ഇങ്ങനെ വളരെ അടുത്ത് പോകുമ്പോഴാണ് പേരൊക്കെ വിളിക്കുന്നത്. അവർ പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ചില അഭിപ്രായങ്ങൾ, ഈ ഷൂട്ടിംഗ് എന്നാണല്ലോ പറഞ്ഞത്, വെടിവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്, ഇത് ഇങ്ങനെ പറയുന്നതിനോ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ കുഴപ്പമുണ്ട്, ഇതിങ്ങനെ ചെത്ത് പ്രശ്നമാകുന്നില്ലേ എന്നൊരു സംശയം ചോദിക്കും. അപ്പോൾ അവർ പറയും ശരിയാണ്, അത് ശരിയാണ്, വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒന്നും കൂടെ ആലോചിക്കട്ടെ, എൻ്റെ തലയിൽ വരരുന്നത്. അവസാനം സ്ക്രിപ്റ്റ് തിരുത്തുന്ന ആള് തല്ലിപ്പൊളിയാക്കും എന്നൊക്കെ പറയും. അവസാനം വന്നു ജഗദീഷ് മുമ്പ് അങ്ങനെ ചീത്തപ്പേരുണ്ടായിരുന്നു. ജഗദീഷ് വന്നിട്ട് സ്ക്രിപ്റ്റിൽ കൈ കടത്തി നശിപ്പിക്കും എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴപ്പം പിടിച്ച് സ്ക്രിപ്റ്റിൽ പടത്തിൽ പോയി വീഴും. വീണ്ടും കഴിഞ്ഞിട്ട് പിന്നെ അത് സൂപ്പർ ഹിറ്റ് ഒന്നും ആവില്ല എന്ന് ഉറപ്പാണ്. പൊട്ടൊന്നും ആയിട്ടുള്ള പടം. പക്ഷെ പൊട്ടും എന്ന് പറഞ്ഞ പടം എങ്ങനെയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് അയാൾ അതിനകത്ത് കുത്തിക്കുറിക്കുന്ന, അല്ലാതെ പുള്ളിക്ക് അതിനകത്ത് ഇപ്പൊ നമ്മുടെ പടത്തിൽ നിന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് അങ്ങനെ ഇടപെടാറുന്നില്ല. അപ്പൊ അങ്ങനത്തെ ചില പടത്തിന് തകർന്നു പോകുന്ന കരുതിട്ട് കൈയിടന്ന ഇപ്പൊ ലാൽ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇന്ദ്രൻ സാറിനെ പോലെയുള്ള അശോകനെ പോലെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇവന്മാരൊക്കെ ആരാണ്, നമ്മളിത് ചെന്ന് പറയുന്ന സമയത്ത് ഇവന്മാരൊക്കെ ഇത് എങ്ങനെ എടുക്കും, ആ ഒരു പേടി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? പക്ഷെ ഞാൻ കൂടുതൽ അതിനെ മറ്റേ പോസിറ്റീവായിട്ട് ചിന്തിക്കും. എൻ്റെ ഈ സീൻ നന്നാവാൻ പോവാന്ന, കാരണം നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കും, ഇത് പോവും, അവർ ചിലപ്പോൾ ചെയ്യത്തില്ല. ഞാൻ അതൊന്നും ഇല്ലാതെ എനിക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ള ഇതിലെപ്പോഴും പോകുന്നത്. അതാണ് എപ്പോഴും ആക്ച്വലി വർക്കായിട്ടുള്ളത്. ഇപ്പം ഇവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. ഇപ്പോൾ അശോകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് പറയാൻ പറ്റാത്തത്, അതിനകത്ത് കുറച്ച് എഫേർട്ടൊക്കെ ഇടേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് പോയി പറയും, ചേട്ടാ ഇത് ഇങ്ങനെ ചെയ്താലേ ശരിയാകത്തുള്ളൂ, അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കണം, ചില നോട്ടങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ലാൽ സാറ് പറഞ്ഞ പോലെ ഇവർക്ക് ഓവറോൾ ചിലപ്പോൾ അറിയത്തില്ല ആ സീനിനുള്ള സാധനം. അപ്പോൾ നമുക്ക് ഓവറോൾ ഇമ്പാക്റ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ സീനിയേഴ്സ് ആണ്, അവർ ചിലപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇവർ എത്ര ഇഷ്ടംപോലെ ടേക്സ് അവർ തരുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അർജുൻ അശോകനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന സമയത്താണ് പഞ്ചാബി ഹൗസിൽ വെച്ചിട്ട് അശോകൻ ചേട്ടനെ അഹമ്മദ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബാഹുലായിട്ട് സംസാരിക്കുന്ന ആ കഥാപാത്രത്തിന് അശോകൻ ചേട്ടൻ നന്നാവും എന്നുള്ള രീതിയിൽ. എപ്പോഴും അശോകൻ ചേട്ടൻ കാണുന്നത് അർജുൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയാണോ അഹമ്മദിൻ്റെ ആ ഗ്യാങ്ങിനെ കാണുന്നത്? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പക്ഷെ വലിയൊരു ഡയറക്ടർ, കാരണം അത്ര ഹിറ്റ് കൊടുത്ത ഒരു ഡയറക്ടർ എൻ്റെ മോൻ്റെയും കൂടി ഫ്രണ്ടാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ ഫ്രണ്ട് കൂടി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ലാൽ സാർ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. അതായത് ഇപ്പോൾ ലാൽ സാറിൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി വട്ടം കൂടിയെന്ന് അവിടെ പാർട്ടിയായിരുന്നു. പിന്നെ ഈ അശോകനൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് വന്ന് ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അപ്പച്ചി അവിടെ നിന്ന് വന്നിട്ട് അശോ പിന്നെ അവരോട് അകത്ത് വെള്ളോടിയാ ഇവരാരെയും വിളിക്കില്ല, വേറെ ഒരു കൂട്ടുകാരെയും വിളിക്കില്ല. അപ്പച്ചൻ അതിനകത്ത് കൊണ്ടുപോയിട്ട് അപ്പച്ചി സീരിയസ് ആയിട്ട് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ഓക്സിജനെ കൊടുത്തിട്ടിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ കാണുന്നത് ഈ സലീം കുമാറും അപ്പച്ചിയും കൂടി ക്ലാസ് വെച്ചിട്ട് ഈ ഓക്സിജനെ മാറ്റിട്ട് ഇതെന്തോ ടെക്നിക്സ് പോലെ അപ്പച്ചി കിടന്നുണ്ട് ഇത് മാറ്റിയിട്ട് എന്നിട്ട് ഇത് ടെക്നിക്സ് ഓക്സിജൻ ഹോസ്പിറ്റലിൽ കൃഷ്ണരാജ് ഹോമില്. ഞാൻ ആദ്യം ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു, പിന്നെ ആലോചിച്ചു എന്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതല്ല നല്ലത്, ഞാൻ നടക്കട്ടെ ഞാൻ പോകും, അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന്.
സിനിമകളുടെ ഈ ജനറേഷന് എത്രമാത്രം കൗതുകത്തോടെയാ എല്ലാവരും നോക്കി കാണാറുള്ളത്? ഏത് ജനറേഷൻ? ഇതിപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ കൂടെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടും ലാൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാൽ സാറിൻ്റെ മക്കളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇടയ്ക്ക് നമ്മളൊരു മഹാമേരു പോലെ നിൽക്കുന്നുണ്ട്. മഹാമേരു ഒന്നുമല്ല, ഞാൻ അതിൽ തന്നെ കുറച്ച് താഴേക്ക് വരാൻ വരും. ഞാൻ എൻ്റെ സാധാരണ ജീവിതത്തിൽ തെറിവാക്കുകളൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷെ ഞാനിപ്പോൾ ഇയാളെ കേട്ടിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും ചിലപ്പോൾ ഈ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഒരുപാട് അകന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഇത്തിരി കൂടുതൽ ചില അശ്ലീല വാക്കൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ ഇവര് അറിയാതെ കുറച്ചുകൂടി ഫ്രീ ആവും. അതുപോലെ നിർബന്ധിച്ച് സിഗരറ്റ് വലിക്കും പലരെ കൊണ്ടിട്ടും വലിക്കുന്നവരാണെങ്കിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരിൽ നിന്ന് ഒരുപാട് കിട്ടാനുണ്ടേ. ഇപ്പോഴാണ് അത് ഒന്ന് വിട്ടുപോയത്. അതിൻ്റെ ആയിട്ടുള്ള ആവശ്യമില്ലാത്തൊരു മെച്യൂരിറ്റി തന്ത വൈബൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ചാൾ മുമ്പ് വരെ. ഞാൻ പിള്ളേരെക്കാൾ പയ്യനായിട്ട് കൂടി ഇരുന്ന വെച്ചാൽ അതിപ്പോൾ കുറച്ചാളായിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് വീട്ടിലിപ്പോൾ ഞാൻ തന്നെ ഷോർട്സ് ഒക്കെ മാറ്റിയിട്ട് മുണ്ടും ജുബിയൊക്കെ ആക്കിയിട്ടാണ് വീട്ടിലിരിക്കുന്നത്. എനിക്ക് തന്നെ പലപ്പോഴും ആണോ എന്തൊരു കറക്റ്റാണ്. ഞാൻ തന്നെ അങ്ങോട്ട് വയസ്സനാകുക. അതിനുമ്പ് ഈ പിള്ളേരെ കൂടി കൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഏറ്റവും നിർബന്ധമായിട്ടും ശീലിക്കേണ്ടത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുമായിട്ട് കമ്പനി കൂടുക, കൂടിക്കൊണ്ടേയിരിക്കുക, എന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ലാൽസാറിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ആളുകൾ പറയുന്നത് ലാൽസാറിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ സെലിബ്രേഷൻ ആണെന്നുള്ള കാര്യമാണ് എപ്പോഴും പറയാം. പക്ഷെ അതിപ്പോ കുറച്ച് ബ്രേക്ക് മുമ്പ് എനിക്ക് പ്രത്യേകിച്ച് സച്ചിയുടെ പോക്കോട് കൂടിയിട്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. സിദ്ദിഖുമായിട്ട് അങ്ങനെ അടുപ്പമാണെങ്കിൽ സിദ്ദിഖ് അങ്ങനെ ഒരു കമ്പനി കൂടാനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു. സച്ചിയൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിരുന്നു വെച്ചാൽ അങ്ങനെ കൂടുന്ന എന്നുവെച്ചാൽ അത് കള്ളുകൂടി എന്നുള്ള സംഭവമല്ല, എല്ലാവരും കൂടി ഇരുന്ന് പറഞ്ഞ് ചിരിക്കുക. അത് പിന്നെ ഭയങ്കരമായിട്ട് ഒലച്ചു കളഞ്ഞു അതൊക്കെ. കാരണം ഈ ഫ്രണ്ട്സിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പം ഇത്തിരി മര്യാദക്കാരനായി കുറച്ച്. നമ്മളിപ്പോൾ ബാഹുലിൻ്റെ കാര്യം പറഞ്ഞു, ജീൻ പോളിന് വേണ്ടിയിട്ട് എഴുതാൻ ചോദിച്ചേക്കുന്ന കാര്യം പറഞ്ഞു. ആ പ്രൊജക്ട് ഓൾമോസ്റ്റ് റണ്ണാണ്. അത് പുള്ളി ഇപ്പോഴും ആ പടത്തിന് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നല്ലേ? മറ്റേ കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാ പറഞ്ഞത്. മറ്റേ കഴിഞ്ഞിട്ടില്ല. പുള്ളി അങ്ങനെ ഒരു വലിച്ചു വാരി കുറെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഥ എഴുതുന്ന ആളല്ല തൽക്കാലം. ഞങ്ങളും അങ്ങനെ ആയിരുന്നു. ഞങ്ങളും അങ്ങനെ ആയിരുന്നു. ഞാൻ സിദ്ദിഖൊക്കെ 1.5 വർഷം 2 വർഷം കൂടിയിട്ട് ഓരോ പടം ചെയ്ത് വെച്ചു. അതൊക്കെ ഭീകര ഹിറ്റുകളും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓടിയ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഓടിയ പടമൊക്കെയാണ് ഗോഡ് ഫാദർ. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ വളർന്നു. നമ്മുടെ വീട് വലുതായി, കാറ് വലുതായി, ആവശ്യങ്ങൾ വലുതായി. അപ്പൊ അതിനുമുമ്പ് നമുക്ക് പൈസ ഒന്നും ആവശ്യമൊന്നുമില്ല. പടം ശരിയായിക്കുമ്പോൾ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ 1 വർഷത്തിൽ 2 പടമായി, പിന്നെ 3 പടമായി. സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കുറയും. അതങ്ങനെ അങ്ങനെ കുറഞ്ഞു. അതിപ്പോ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇപ്പൊ തൽക്കാലത്തേക്ക്. ഇപ്പൊ പുള്ളി വളരെ സാവധാനം മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പോകും. എനിക്ക് തോന്നുന്നു ബാഹുലിലേക്ക് വരികയാണെങ്കിൽ ബാഹുലിൻ്റെ സ്ക്രിപ്റ്റ് കുറേ കാലം അഹമ്മദ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യണോ വേണ്ടോ എന്ന്. അത് മറ്റു പല ഇതും. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പോലെയല്ല ഇതിൻ്റെ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് എത്രമാത്രം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ള പുതിയ കാലത്തെ എഴുത്തുകാരിൽ ഒരാളാണ് ബാഹുൽ എന്നുള്ളതുകൊണ്ടാണ്. ബാഹുലിനെ എനിക്ക് നേരത്തെ അറിയാം. എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പോൾ ഓൾറെഡി കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ബാഹുൽ അന്ന് എഴുതുന്ന ഷോർട്ട് സ്റ്റോറീസൊക്കെ, അതായത് ഇപ്പോൾ 1 ലൈൻസ് 1 പേജ് കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ തവണ ഓരോ പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ സംസാരങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ബാഹുലിൻ്റെ ഒരു 3-4 സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഈവൻ കിഷ്കിന്ദാനന്ദം ഞാൻ കോവിഡ് സമയത്ത് വായിച്ച സ്ക്രിപ്റ്റാണ്. അവൻ എനിക്ക് അതൊക്കെ ഒന്ന് വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അതായത് ഇവൻ്റെ ഡിസ്ക്രിപ്ഷൻ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് നമുക്ക് വിഷ്വൽസ് കിട്ടും. അതായത് ആ വീടും ഇപ്പൊ കിഷ്കിന്ദാനന്ദത്തിൽ നിങ്ങൾ കാണുന്ന ആ പന, ആ സാധനങ്ങളില്ല, അതെല്ലാം അവന്റെ സ്ക്രിപ്റ്റിൽ വിഷ്വലിലുണ്ട്. ഞാൻ അന്ന് വായിച്ചിട്ട് അവനോട് ഇത് ഭയങ്കര അടിപൊളി, ഇത് എങ്ങനെ എടുക്കുന്നത്, ആ രീതിയിലാണ് അവന്റെ എഴുത്തും കാര്യങ്ങളും എല്ലാം. ഇതിനകത്തേക്ക് അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോ അതെനിക്ക് ഹാപ്പിയാ, കൊള്ളാലോ. ഹാപ്പിയായ കാര്യം പറഞ്ഞല്ല, ഒന്ന് ചെയ്ത് എനിക്കിപ്പോഴും ഒരു പുതിയ പടത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസത്തേക്ക് ടെൻഷനും സമാനമൊക്കെ ഇടും. അതൊന്ന് ആയി കിട്ടുന്നവരെയും അതൊന്ന് 2 സീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ട്യൂണ്ടായി, പിന്നെ ടെൻഷനില്ല. ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം മറ്റത് കഴിഞ്ഞിട്ട് ഇത് വരുന്ന എത്ര ആള് കഴിഞ്ഞാ 2 വർഷമായി. 2 വർഷം കൊണ്ട് എന്റെ റെമ്യൂണറേഷൻ കൂടി. പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം വെച്ചാല് ഞാൻ അതിനകത്ത് മസ്റ്റാ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണോ എന്ന് തോന്നുമോ? എന്താ വെച്ചാൽ അന്ന് മേടിച്ചതിനേക്കാൾ ഇരട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഓ ഇതിനകത്ത് അവിടെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കയറ്റിയാണെന്ന് തോന്നും.
അതുകൊണ്ട് ഞാൻ പഴയ റെമുനറേഷൻ തന്നെ അഭിനയിച്ചു. അത് നന്നായി. ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ്. പക്ഷെ പുള്ളി അന്നൊരു കാര്യം പറയാം, അത് നോക്കണ്ട ലാലേട്ടാ, ഇത് റിലീസ് ചെയ്യുമ്പോൾ ക്യാഷ് വരുന്നുണ്ട്. ഇനിയിപ്പോ കേരള ക്രൈം ഫയൽസിന് 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. ഈ പോലെ അയാള് അതേ കഥാപാത്രവും അതേ റെമ്യൂണറേഷനിലും നമുക്ക് പിടിക്കാം അല്ലേ? ഇനിയിപ്പോ റിട്ടയർ ആയ ആളുടെ സംശയം ചോദിക്കാൻ വരണം. കാക്കിയാലിടുന്നവരും തോന്നുന്നുണ്ട് അടുത്തേന്. ചേട്ടാ, കാണാതായ കഥാപാത്രമാണ്. നമുക്ക് സീസൺ 3ലേക്ക് ഒരു ഹോപ്പ് ഉണ്ടോ എന്നുള്ളതാണോ നോക്കുന്നത്? എങ്ങനെയാ കൊണ്ട് നിർത്തിക്കണെന്ന് അറിയില്ലല്ലോ, കഴിഞ്ഞു പോയോ അത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനിനി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അശോകേട്ടാ, ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് പേര് ട്രെയിലർ കണ്ടിട്ട് ഉൾപ്പെടെ അശോകൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മുന്നറിയിപ്പ് എന്താണ്? അല്ല, അത് കാണാൻ തയ്യാറുള്ള എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ. അതുകൊണ്ട് പിന്നെ ട്രെയിലർ കണ്ടായിട്ട് ഒരുപാട് പേര് വിളിച്ചപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഫസ്റ്റ് കാണാത്തവരും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട്, കണ്ടവരും വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രതീക്ഷയുള്ളതാണ്. ആ പ്രതീക്ഷ എന്നൊക്കെ എന്തായാലും ഒരു മംഗലം ഉണ്ടാവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തായാലും നമ്മൾ ജൂൺ 20-ാം തീയതി കേരളത്തിലേക്ക് പുതിയൊരു കേസ് അന്വേഷണവുമായിട്ട് വരാനായിട്ട് പോവുകയാണ്. അന്വേഷണം തകർക്കട്ടെ. എല്ലാവിധ ആശംസകളും. കേരള ക്രൈം ഫയൽസിൽ ആദ്യത്തേനകത്ത് അഭിനയിച്ചതിന് ശേഷം ഇതിന് വരുന്നത് തന്നെ നമ്മളൊരു സൂപ്പർ ഹിറ്റ് വെബ് സീരീസിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ്. എഴുതി ഒപ്പിട്ടു. ആ ഹാപ്പി എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ഉറപ്പ് വരുന്നു. ഇവർക്കൊപ്പം നമ്മുടെ കേരള ക്രൈം ഫയൽസ് 1-ലുള്ള അജു വർഗീസ് കൂടി നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ കൂടെ അജു ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രധാന കഥാപാത്രങ്ങൾക്കൊപ്പം അജു കൂടി വരുന്ന അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത് ബാഹുൽ എഴുതി ഇവരെല്ലാവരും അഭിനയിക്കുന്ന കേരള ക്രൈം ഫയൽസ് 2 വരികയാണ് ജൂൺ 20-ന്. നമുക്കവിടെ കാണാം.